ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പഴയ ചുരിദാർ ടോപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചുരിദാർ ടോപ്പ് വെച്ചിട്ട് നമുക്ക് രണ്ട് സാധനങ്ങളാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഇതിനെ രണ്ട് പാർട്ടാക്കി നമുക്ക് തിരിക്കാം. ഇനി നമുക്കൊരു ചാക്ക് ഇതുപോലെ എടുക്കുക. അതിനെ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഇതിനെ നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് തുണിയുടെ ഒരു പാർട്ടും അതുപോലെ ചാക്കിൻ്റെ ഒരു പാർട്ടും അതിൻ്റെ മുകളിലായിട്ട് വെക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ലൈനിങ് തുണിയും വെക്കാം. ഞാനിവിടെ ടോപ്പിൻ്റെ ലൈനിങ് തന്നെയാണ് വെക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അരികിലൂടെ 4 വശത്തൂടെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. 4 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇതിൻ്റെ നീളവും വീതിയും ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു നീളമുള്ള തുണി വെച്ചിട്ട് ഇതിൻ്റെ 4 വശത്തും സ്റ്റിച്ച് ചെയ്ത ഭാഗത്തൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ മുകളിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്നിട്ട് തിരിച്ചിട്ട് മടക്കി വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഇതിൻ്റെ 4 വശവും നമ്മൾ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോർണർ സൈഡിൽ നിന്ന് ഉള്ളിലോട്ട് ഒരു 4 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് മുകളിലോട്ടും 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ലൈന് വരച്ച് ഒരു ബോക്സ് പോലെ മാർക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിൻ്റെ 4 വശത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 4 വശവും ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ 4 വശവും ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മൾ 4 വശവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോർണറിലുള്ള ഭാഗം എടുത്ത് രണ്ട് സൈഡും പിടിച്ചതിന് ശേഷം അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അങ്ങനെ 4 വശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ വശവും നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഒരു ബോക്സിൻ്റെ രൂപത്തിൽ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ കോർണർ ഭാഗങ്ങളും കറക്റ്റായി പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ കോർണർ വശത്തുള്ള സൈഡുകളും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയൊരു ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തുണികളായിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ മോൻ്റെ ടീഷർട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തുണികളോ ബ്ലാങ്കറ്റോ ബെഡ്ഷീറ്റോ അങ്ങനെ എന്തും നിങ്ങൾക്ക് ഇതിൽ വെക്കാൻ സാധിക്കും. അപ്പോൾ നല്ല ഒരു ക്ലോത്ത് ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ടോപ്പിൻ്റെ മറ്റേ പാർട്ടും അതിന് മുകളിലോട്ട് ചാക്കിൻ്റെ ഒരു പാർട്ടും പിന്നെ അതിന് മുകളിലൊരു തുണിയും കൂടെ വെച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ 4 വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ 4 വശവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 4 വശത്തും കൂടെ ഒരു
നീളമുള്ള തുണി വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം തിരിച്ചിട്ട് മടക്കി വീണ്ടും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മളിതിൻ്റെ 4 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ രണ്ടാക്കി മടക്കിയെടുക്കണം. ഇതിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കേണ്ടത്. ഇനി നമ്മൾ മടക്കിയ കോർണറിൽ നിന്ന് 4 ഇഞ്ച് സൈഡിലോട്ടും മുകളിലോട്ടുമായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കവിടെ ഒരു ബോക്സ് പോലെ വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ മറ്റേ സൈഡും നമ്മൾ ചെയ്തെടുക്കുക. പിന്നീട് നമുക്ക് ഈ ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഈ 2 വശവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ 2 വശത്തുകൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അങ്ങനെ ആ 2 വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോർണറിലുള്ള ഭാഗം എടുത്ത് 2 സൈഡും പിടിച്ച് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ഇങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ടൊരു ചെറിയ പീസ് ചാക്കിൻ്റെ പീസ് എടുക്കുക. അതിലേക്ക് എക്സ്ട്രാ വന്ന ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമ്മളിതാ ആ സ്ട്രാപ്പ് എടുത്തിട്ട് ഈ ഒരു ഓർഗനൈസറിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് തുണികൾ അടുക്കി വെക്കാം. ഇതിലോട്ട് നമുക്ക് നമ്മളെ ടോപ്പുകളോ ബെഡ്ഷീറ്റോ ഏത് ഐറ്റംസും ഇതിലോട്ട് വെച്ച് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു സ്റ്റോറേജ് ഓർഗനൈസർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 വശത്തും ഞാനിതാ സ്ട്രാപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ പൊക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. ഏത് തുടക്കക്കാർക്കും വളരെ ഈസിയിൽ ഇതുപോലെ ഒരു ഓർഗനൈസർ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതാരും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ നിൽക്കേണ്ട, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പഴയ ഒരു ടോപ്പിൽ നിന്നാണ് ഈ 2 ഓർഗനൈസേഴ്സും നമ്മൾ റെഡിയാക്കി എടുത്തത്. ഇനി ഇങ്ങനെയുള്ള പഴയ ടോപ്പുകൾ ആരും കളയാൻ നിൽക്കണ്ട, ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ റെഡിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.